സാന്ത്വനം സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു കിഡിലൻ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദേവിക്ക് വേണ്ടി ഒരു ജോലി ശരിയാക്കിയതിനു ശേഷം ഉടൻ തന്നെ തന്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം സ്കൂളിൽ കൊണ്ടുവന്ന് ഹാജരാക്കണം എന്ന് പറഞ്ഞ് ദേവിയെ ആകെ കൂടി ബാലൻ വെട്ടിലാക്കിയിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാത്ത ദേവി കുഴഞ്ഞു നിൽക്കുമ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനുമായിട്ട് ഒടുവിൽ ഉദയഭാനു എത്തുകയാണ്. ഉദയഭാനു ദേവിയോട് പറയുന്നുണ്ട്, മോളെ, ഇപ്പോഴുള്ള നിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന് ആ വീട്ടിലിരിക്കുന്ന മുക്കുപണ്ടങ്ങളും പിന്നെ അടുത്ത ദിവസം സ്കൂളിൽ കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളും അല്ലേ. മോൾ അതേക്കുറിച്ച് ഇനി ടെൻഷൻ അടിക്കുകയേ വേണ്ട. എന്നേക്കുമായിട്ട് ഈ രണ്ട് പ്രശ്നങ്ങളും അച്ഛൻ ഇല്ലാതെയാക്കി തരും. അതോടുകൂടി മോള് രക്ഷപ്പെട്ടു. പിന്നെ ഒരു കുഴപ്പവുമില്ലാതെ മോൾക്ക് മുൻപോട്ട് പോകാം. അപ്പോൾ ദേവിയും ശ്രീകലയും കൂടി ചോദിക്കുന്നുണ്ട്, എന്ത് ചെയ്യാനാണ് അച്ഛൻ്റെ പദ്ധതി? അത് മോൾ ഇപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ഫയൽ വാങ്ങി വീട്ടിൽ കൊണ്ടുപോകണം. അവരോട് പറയണം ഇത് മോളുടെ സർട്ടിഫിക്കറ്റ് ആണ് എന്നുള്ളത്. അതുകൊണ്ട് അലമാരയിൽ വെക്കണം. എന്നിട്ട് ഇന്ന് രാത്രിയിൽ എല്ലാവരും അവിടെ കിടന്നതിന് ശേഷം മോള് വീടിൻ്റെ കതകങ്ങ് തുറന്നിട്ടേക്കണം. ഞാൻ രാത്രിയിൽ അവിടെ വന്നിട്ട് നിങ്ങളുടെ അലമാരയിൽ നിന്ന് ഈ മുക്കുമണ്ടങ്ങളും കൂട്ടത്തിൽ സർട്ടിഫിക്കറ്റുകളും മോഷ്ടിക്കും. അടുത്ത ദിവസം രാവിലെ സ്വർണവും സർട്ടിഫിക്കറ്റും മോഷണം പോയ വിവരം വീട്ടിൽ അറിയിച്ചിട്ട് നീ വലിയ ബഹളമുണ്ടാക്കുകയും കരയുകയും ചെയ്യണം. ഇതോടുകൂടി കഴിഞ്ഞു, ഈ പ്രശ്നം തീരുകയാണ്. സാധനം മോഷണം പോയി, ഇനിയിപ്പോൾ ഇല്ല, ഇത് പറഞ്ഞിട്ട് നമുക്ക് രക്ഷപ്പെടാം. അപ്പോൾ ദേവി ചോദിക്കുന്നുണ്ട്, അച്ഛനിത് നിസ്സാരമായിട്ട് അങ്ങ് പറഞ്ഞു വിടുകയാണ്. പക്ഷേ രാത്രിയിൽ അച്ഛൻ അവിടെ വരുന്നത് ആരെങ്കിലും കണ്ടാൽ അവരച്ഛനെ പിടിക്കുകയോ പോലീസിൽ ഏൽപ്പിക്കുകയോ ചെയ്താൽ പിന്നീട് എനിക്ക് ജീവിച്ചിരിക്കാൻ കഴിയുമോ അച്ഛാ? ഞാൻ പിന്നെ എങ്ങനെയാണ് അവരുടെയൊക്കെ മുഖത്ത് നോക്കുന്നത്? അച്ഛൻ എന്ത് ചിന്തിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എൻ്റെ മോളെ, ഈ ഉദയഭാനു ആരാണെന്ന് നിനക്കും നിന്റെ അമ്മയ്ക്കും ഇതുവരെയും മനസ്സിലായിട്ടില്ല. ഈ ഒരു കാര്യം യാതൊരു തെളിവുകളും അവശേഷിപ്പിക്കാതെ കൃത്യമായിട്ട് ചെയ്തെടുക്കാൻ നിന്റെ അച്ഛനെ കൊണ്ട് പറ്റും. നീ ആകെ കൂടി ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ആ വീടിൻ്റെ വാതിലിൻ്റെ കുറ്റിയൊന്ന് എടുത്തിട്ടേക്കണം. ശ്രീകല ഇത് കേട്ടുകൊണ്ട് ഉദയഭാനുവിനോട് പറയുകയാണ്, ദേ മനുഷ്യ, വയസ്സാം കാലത്തുള്ള ആരോഗ്യവുമായിട്ട് ഇവിടെ എങ്ങാണോ ഒതുങ്ങിയിരിക്കാൻ നോക്ക്. വെറുതെ വയ്യാവേലി എടുത്ത് തലയിൽ വെച്ചിട്ട് കണ്ടവരുടെ ഇടികൊണ്ട് ചാകരുത്. നീ എന്തോന്നാണ് ശ്രീകല ഈ പറയുന്നത്? നിനക്ക് എന്നെക്കുറിച്ച് ഒന്നും മനസ്സിലായിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. പഴയകാലത്ത് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതുമാണ്. ഇത് കേൾക്കുമ്പോൾ ശ്രീകലയും ദേവിയും ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ശ്രീകല പറയുകയാണ്, പഴയകാലത്തെ വീരവാദങ്ങളൊക്കെ ഒത്തിരി ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ജീവിതത്തിൽ ഇതുവരെ ഇതൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് വെറുതെ എൻ്റെ വായിലൊന്നും കേൾക്കണ്ട, അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ നോക്ക്. എന്നാ പിന്നെ മോളെ രക്ഷിക്കാൻ വേണ്ടി നീ എന്തെങ്കിലും ഒരു തന്ത്രം പറഞ്ഞു കൊടുക്കും ശ്രീകലെ. അപ്പോൾ ശ്രീകല മൗനമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഒന്നുമില്ല, നിനക്കൊന്നുമില്ല പറയാൻ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് എനിക്ക് പറ്റുന്ന പണി ഞാൻ ചെയ്യാമെന്ന്. അങ്ങനെ ഒരു മോഷണം അവിടെ നടന്നാൽ മുക്കുപണ്ടം കൊടുത്ത് കളിപ്പിച്ചു എന്നുള്ള പേരിൽ നാളെ ഒരു നാണക്കേടുണ്ടാവില്ല. അതുമാത്രമല്ല, ആ കൂട്ടത്തിൽ സർട്ടിഫിക്കറ്റും കൂടി ഞാനിങ്ങെടുത്തോണ്ട് പോരും. പിന്നെ നാഴികയ്ക്ക് 40 വട്ടവും സർട്ടിഫിക്കറ്റ്, ജോലി എന്നൊന്നും പറഞ്ഞ് ആരും പുറകിന് വരുത്തുമില്ല. സമാധാനമായിട്ട് ആ വീട് അടക്കി ഭരിച്ചുകൊണ്ട് മോൾക്ക് അങ്ങനെ പോകാൻ പറ്റും. പിന്നെ ഇതൊന്നും പറ്റില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ ദേവി ചോദിക്കുകയാണ്, ഇതൊക്കെ ആരെങ്കിലും കണ്ടാൽ വലിയ പ്രശ്നമാവില്ലേ? അയ്യോ എൻ്റെ മോളെ, ഇതൊക്കെ ആരെങ്കിലും കാണിച്ചുകൊണ്ടാണോ നമ്മൾ ചെയ്യുന്നത്? ആരും കാണാതെ ചെയ്യുന്നതിനല്ലേ മോഷണമെന്ന് പറയുന്നത്? നിനക്ക് വാതിൽ തുറന്നിടാൻ പറ്റുമെങ്കിൽ അത് പറ. ഇന്ന് രാത്രിയിൽ കൃത്യമായിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. അപ്പോൾ ശ്രീകല ചോദിക്കുന്നുണ്ട്, മനുഷ്യ, ഇത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ? ആണെങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കാവൂ. എടി, നീ ഒന്നും മിണ്ടാതിരിക്കുക, കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. മോളെ, നീ സമാധാനത്തോടെ രാത്രിയിൽ എല്ലാവരും കിടന്നു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം. എന്നിട്ട് എന്നെ വിളിക്കണം. ഇതൊക്കെ കേട്ടിട്ട് ദേവി വല്ലാത്ത സങ്കടത്തോടു കൂടി നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ സമാധാനം മുഴുവൻ അങ്ങ് പോവുകയാണ്. ഞാൻ എന്തു വിശ്വസിച്ചുകൊണ്ട് ഈ രാത്രി കഴിച്ചു കൂട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ ഒരു തലവിധി. ഇത്രയും പറഞ്ഞിട്ട് മനസ്സില്ലാ മനസ്സോടെ വലിയ അസ്വസ്ഥതയോടെ ദേവി ദേവമംഗലത്തേക്ക് മടങ്ങി വരികയാണ്. വരുന്ന വഴിക്ക് കടയിൽ കയറി ഒരു ഫയലും അതിനകത്ത് കുറച്ച് പേപ്പറും ഒക്കെ വാങ്ങിയിട്ടാണ് വരുന്നത്. തുടർന്ന് ഇത് കൊണ്ടുവന്ന് ഭദ്രമായിട്ട് ദേവി തൻ്റെ അലമാരയിൽ വെക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ രാത്രിയായി. എല്ലാവരും ഉറങ്ങുവാൻ കിടക്കുകയാണ്. ദേവിയുടെ ചങ്ക് പടപടാന്ന് പിടയ്ക്കുവാൻ തുടങ്ങുന്നുണ്ട്. ദേവി പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് അച്ഛനെ വിളിച്ചു പറയുന്നുണ്ട്, ഇവിടെ എല്ലാവരും കിടന്നു. ഞാൻ ഇപ്പോൾ തന്നെ ഡോറിൻ്റെ കുറ്റിയെടുത്ത് മാറ്റിവെക്കാം. അച്ഛൻ സൂക്ഷിക്കണം കേട്ടോ. എനിക്ക് ഒരു സ്വസ്ഥതയുമില്ല. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എടി മോളെ, നീ വെറുതെ ടെൻഷൻ അടിക്കാതെ നീ കതകിൻ്റെ ആ കുറ്റി എടുത്തു വെച്ചാൽ മാത്രം മതി. ബാക്കിയെല്ലാം അച്ഛൻ ചെയ്തോളാം. ശരി അച്ഛാ. ഇത് പറഞ്ഞിട്ട് ദേവി മെല്ലെ പുറത്തേക്കിറങ്ങി ഹാളിലേക്ക് എത്തുകയാണ്.
അപ്പോൾ ഹാളിൽ ധർമ്മൻ കിടപ്പുണ്ട്. ധർമ്മൻ നല്ല ഉറക്കവുമായിട്ടുണ്ട്. ശബ്ദമുണ്ടാക്കാതെ വല്ലാത്ത പരിഭ്രമത്തോടുകൂടി ദേവി നടന്നുപോയി വാതിലിൻ്റെ കുറ്റി എടുത്തു വെച്ചിട്ട് തിരികെ റൂമിലേക്ക് വരികയാണ്. ദേവി മടങ്ങി റൂമിലെത്തിയപ്പോൾ തൻ്റെ കിടക്കയിൽ ഉറങ്ങിക്കിടന്ന ആനന്ദ് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ഉണർന്നിരിക്കുന്നു. ദേവിയെ കണ്ടുകൊണ്ട് ആനന്ദ് ചോദിക്കുകയാണ്, അല്ല നീ എന്താ ദേവി ഉറങ്ങിയില്ലേ? ആ ഇല്ല ആനന്ദേട്ടാ, എനിക്ക് ഉറക്കം വന്നില്ല. അല്ല നീ ആരോടാണ് ഫോണിൽ സംസാരിക്കുന്നത് കേട്ടത്? ഇത് കേൾക്കുകയും ദേവി ഒന്ന് ഞെട്ടുകയാണ്. എന്നിട്ട് അയ്യോ, ഞാൻ ഫോണിൽ സംസാരിച്ചതൊക്കെ ആനന്ദേട്ടൻ കേട്ടായിരുന്നോ? ഇല്ല, നീ എന്താ സംസാരിച്ചതെന്നൊന്നും കേട്ടില്ല, പക്ഷേ എന്തൊക്കെയോ ഫോണിൽ പറയുന്നത് ഞാൻ കേട്ടു. ആ അത് പിന്നെ ആനന്ദേട്ടാ, അമ്മ വിളിച്ചതായിരുന്നു. അമ്മയോട് കുറച്ച് സമയം ഞാൻ സംസാരിച്ചു കൊണ്ട് തന്നു. ഓ അതെന്താ ദേവി ഈ പാതിരാത്രിയിൽ അമ്മയുമായിട്ടൊരു സംസാരം? അയ്യോ ആനന്ദേട്ടാ, അത് പകല് മുഴുവൻ അമ്മയ്ക്ക് വീട്ടിൽ പിടിപ്പത് പണിയാണ്. രാത്രിയിൽ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് എന്നോട് സംസാരിക്കാൻ അല്പനേരം കിട്ടുന്നത്. അമ്മയാണെങ്കിൽ കിടക്കുന്നതൊക്കെ ഒത്തിരി താമസിച്ചിട്ടാണ്. ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇന്ന് അമ്മ എന്നെ വിളിച്ചത്. അത് ശരി, ആ എന്തായാലും കിടക്ക് ദേവി. ഇത് പറഞ്ഞിട്ട് ആനന്ദ് വീണ്ടും തിരിഞ്ഞു കിടക്കുകയാണ്. ഒരു വലിയ ആശ്വാസത്തോടു കൂടി ദേവി വന്നിട്ട് കട്ടിൽ കയറിയിരിക്കുന്നു. പക്ഷേ ദേവിക്ക് ടെൻഷനോടെ ടെൻഷൻ. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാതെ വല്ലാതെ പരവേശപ്പെട്ടുകൊണ്ട് സകല ദൈവങ്ങളെയും വിളിച്ച് നിറകണ്ണുകളോടെ ദേവി പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് അപ്പുറത്തെ മുറിയിൽ കിടക്കുന്ന മിത്രയ്ക്ക് ഉറക്കം വരുന്നില്ല. കാരണം ആര്യൻ ദൂരെ എവിടെയോ ഓട്ടം പോയിരിക്കുകയാണ്. മിത്ര മനസ്സിൽ പറയുന്നുണ്ട്, ആര്യൻ എത്താത്തത് കൊണ്ട് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ഒരു മനസ്സമാധാനവുമില്ല. ആര്യൻ ഇപ്പോൾ എവിടെയായിരിക്കുമോ എന്തോ. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഇത് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് ആര്യനെ ഡയൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് വേഗം മിത്ര ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, ഇനി ഒരുപക്ഷെ ആര്യൻ വണ്ടി ഓടിക്കുകയാണെങ്കിലോ, അത് ബുദ്ധിമുട്ടാവും, വേണ്ട. ഈ സമയത്ത് ഒരു ചായക്കടയുടെ വാതിക്കൽ വണ്ടി നിർത്തിയിട്ട് ആര്യൻ ചായ കുടിക്കുകയായിരുന്നു. മിസ്ഡ് കോൾ വരുന്നത് കണ്ടുകൊണ്ട് ഉടൻ തന്നെ ആര്യൻ തിരിച്ചു വിളിക്കുന്നുണ്ട്. മിത്ര ഫോൺ എടുക്കുമ്പോൾ ആര്യൻ ചോദിക്കുന്നുണ്ട്, എന്താ മിത്രേ, നീ ഇപ്പോൾ എന്നെ വിളിച്ചിരുന്നോ? ആ അതെ ആര്യ, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ആര്യൻ എപ്പോഴാണ് വരുന്നത്? ഉടനെ എങ്ങാനും എത്തുമോ? ഇല്ല മിത്രേ, നീ കിടന്നോളൂ, ഞാൻ കുറച്ച് ദൂരെയാണ്. ഞാൻ അവിടെ എത്തുമ്പോഴേക്കും നേരം ഏകദേശം വെളുക്കും. 4:30-5 മണിയൊക്കെ ആവും എത്തുമ്പോൾ. ഞാൻ എത്തിയതിനു ശേഷം നിന്നെ വിളിച്ചോളാം. ആ ശരി ആര്യ. ഇത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് മിത്ര വീണ്ടും ഉറങ്ങാൻ കിടക്കുകയാണ്. ഈ സമയത്ത് ഉറക്കത്തിൽ കിടന്ന ധർമ്മൻ പെട്ടെന്ന് ഞെട്ടി ഉണരുന്നുണ്ട്. എന്നിട്ട് ചുറ്റും പരതി നോക്കുകയാണ്. ധർമ്മൻ നോക്കുന്നത് വെള്ളവും പാത്രവുമാണ്. ഇത് കാണാതെ വന്നപ്പോൾ ധർമ്മൻ പറയുന്നുണ്ട്, കൊള്ളാം, എല്ലാ ദിവസവും കുടിക്കുവാനുള്ള വെള്ളം എടുത്തു വെച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത്. ഇന്നാണെങ്കിൽ അതങ്ങ് മറന്നു. ഇത് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോയി ധർമ്മൻ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും മടങ്ങി വന്ന് തൻ്റെ കിടക്കയിലേക്ക് കിടക്കുമ്പോൾ യാദൃശ്ചികമായിട്ട് താൻ വാതിൽക്കലേക്ക് നോക്കുന്നു. അപ്പോൾ കാണുന്ന കാഴ്ച വാതിലിൻ്റെ കുറ്റി മാറ്റിയിട്ടിരിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് ധർമ്മൻ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ പറയുകയാണ്, അയ്യോടാ, ഇന്ന് കഥ കടക്കാതെയാണോ അളിയൻ പോയി കിടന്നത്? സാധാരണ ഉറങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പ് വീടിന് ചുറ്റും ഒന്ന് വലത്തു വെച്ച് കതകും ജനലും എല്ലാം അടച്ച് സുരക്ഷിതമാക്കി 5 മിനിറ്റ് കഴിഞ്ഞ് CBI ഓഫീസർ ഒന്നുകൂടി ഇറങ്ങി വന്ന് എല്ലാം കൃത്യമായിട്ട് അടച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കിയിട്ടേ പോയി കിടക്കാറുള്ളൂ. പക്ഷെ ഇന്ന് എന്തു പറ്റി? ദേ കതക് തുറന്നു കിടക്കുന്നു. ഇതെന്തായാലും കൊള്ളാം. ഞാൻ വെള്ളം എടുത്തു വെക്കാനും മറന്നു, അളിയൻ വാതിൽ പൂട്ടാനും മറന്നു. ഓ ഈ മറവിയുടെയൊക്കെ ഒരു കാര്യമേ. ഇതും പറഞ്ഞുകൊണ്ട് ധർമ്മൻ എഴുന്നേറ്റ് പോയി കതകിന് കുറ്റിയിട്ടിട്ട് വീണ്ടും വന്ന് കിടക്കുകയാണ്. ഈ സമയത്ത് ഉദയഭാനു മെല്ലെ ഒരു തുണി കൊണ്ട് തലയൊക്കെ മൂടിക്കെട്ടി ദേവമംഗലം വീടിന്റെ വാതുക്കൽ എത്തുന്നുണ്ട്. എന്നിട്ട് പതിയെ കതക് തള്ളി തുറക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ കതക് തുറക്കുന്നില്ല. അയ്യോ, ഇതെന്താണ് കതക് തുറക്കാത്തത്? ഇനി ടൈറ്റായിട്ട് വല്ലതും ഇരിക്കുകയാണോ? ഇത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വീണ്ടും ഉദയഭാനു കതകിലേക്ക് തള്ളി നോക്കുന്നുണ്ട്. പക്ഷെ തുറക്കുന്നില്ല. ഉടനെ തന്നെ താൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തിട്ട് ദേവിയെ വിളിക്കുന്നുണ്ട്. ദേവി പെട്ടെന്ന് ചാടി ഫോൺ എടുക്കുമ്പോൾ ഉദയഭാനു പറയുകയാണ്, മോളെ ഞാൻ പുറത്തുണ്ട്. നീ എന്നോട് പറഞ്ഞ കാര്യം മറന്നുപോയോ? എന്താണ് കതക് തുറക്കാതിരുന്നത്? അയ്യോ അച്ഛാ, ഞാൻ കതക് തുറന്നിട്ട് ഇങ്ങോട്ട് വന്ന് കിടന്നതേ ഉള്ളല്ലോ. ഇല്ല മോളെ, ഞാൻ വാതുക്കൽ വന്നിട്ട് പല ആവർത്തി തള്ളി നോക്കി, അത് തുറക്കുന്നില്ല. ഒരു പക്ഷെ നിനക്ക് തോന്നിയതായിരിക്കും നീ കതക് തുറന്നിട്ടിട്ടാ വന്നതെന്ന്. ഇല്ലച്ചാ, ഞാൻ ഇപ്പോൾ കതക് തുറന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്നിട്ടാണ് അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞത്. മോളെ നിനക്ക് ടെൻഷനാണ്. ഈ ടെൻഷനോടുകൂടി ഒരു പക്ഷെ നീ കതക് തുറന്ന് കാണില്ല. എന്നിട്ട് തുറന്നിട്ടുണ്ടെന്ന് കരുതി നീ പോയിട്ടാണ് എന്നെ ഫോൺ ചെയ്തത്. സാരമില്ല, ഒന്നുകൂടി വന്ന് കതകൊന്ന് തുറന്നിട്ട്. ആ ശരിയച്ചാ, ഞാൻ ഇപ്പോൾ തന്നെ വരാം. ഇത് പറഞ്ഞിട്ട് ദേവി മെല്ലെ പോയി കതകിൻ്റെ കുറ്റി വീണ്ടും മാറ്റിയിടുകയാണ്. അപ്പോൾ വാതുക്കൽ നിൽക്കുന്ന ഉദയഭാനുവിനെ കണ്ടിട്ട് ദേവി മെല്ലെ പറയുന്നുണ്ട്, അച്ഛാ സൂക്ഷിക്കണം, മാമൻ ഇവിടെ തറയിലാണ് കിടക്കുന്നത്. ശബ്ദമുണ്ടാക്കരുത്. മാമൻ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാലോ അച്ഛന്. മോളെ നീ അതൊന്നും പേടിക്കണ്ട.
ഞാൻ എല്ലാം ഭംഗിയായിട്ട് ചെയ്തോളാം, നീ വേഗം പോയി കിടന്നോ. ഇത് കേട്ടിട്ട് മെല്ലെ മെല്ലെ ദേവി തൻ്റെ മുറിയിലേക്ക് വീണ്ടും മടങ്ങിപ്പോവുകയാണ്. ദേവിയുടെ മനസ്സ് പെരുമ്പറ മുഴങ്ങുന്നത് പോലെ പ്രകമ്പനം കൊള്ളുകയാണ്. ഒരു സ്വസ്ഥതയുമില്ല. ഈ സമയത്ത് ഉദയഭാനു ദേവമംഗലം വീടിൻ്റെ ഹാളിനുള്ളിലേക്ക് പ്രവേശിച്ചു. പിന്നീട് അരണ്ട വെളിച്ചത്തിൽ മെല്ലെ മെല്ലെ താൻ മുൻപോട്ട് നീങ്ങുകയാണ്. ആ സമയത്ത് ഉദയഭാനു അറിയാതെ അവിടെ TV സ്റ്റാൻഡിൻ്റെ അരികിൽ വെച്ചിരുന്നൊരു ഫ്ലവർ വേസ് തൻ്റെ കൈ തട്ടി താഴേക്ക് വീഴുകയാണ്. ശബ്ദം കേട്ട മാത്രയിൽ പെട്ടെന്ന് ധർമ്മൻ ഞെട്ടി കണ്ണു തുറക്കുകയാണ്. എന്നിട്ട് ചുറ്റും പരതി നോക്കുന്നു. ഈ സമയത്ത് താൻ കാണുന്നത് ഭിത്തിയുടെ അരികിൽ ഒരു നിഴൽ അങ്ങനെ നിൽക്കുന്ന കാഴ്ച. ധർമ്മൻ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ഭയപ്പാടോടെ ചോദിക്കുകയാണ്, ആരാ അത്? ഒരനക്കവുമില്ല. ചോദിച്ചോ കേട്ടില്ലേ ആരാണെന്ന്? ഉടനെ ആ നിഴൽ ഒന്ന് അനങ്ങുന്നുണ്ട്. പെട്ടെന്ന് ധർമ്മൻ കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റിട്ട് ഓടിച്ചെന്ന് ഉദയഭാനുവിനെ അടങ്കം കയറി അങ്ങ് പിടിക്കുകയാണ്. പിന്നീട് കാണുന്നത് രണ്ടുപേരും കൂടി ആ ഹാളിൽ കിടന്ന് പിടിയും വലിയും നടത്തുന്ന കാഴ്ചയാണ്. ധർമ്മൻ ഉദയഭാനുവിനെ വരിഞ്ഞു മുറുക്കുന്ന സമയത്ത് വെപ്രാളത്തോടെ രക്ഷപ്പെടുവാൻ ഒരു മാർഗവുമില്ല എന്ന് കണ്ട ഉദയഭാനു ധർമ്മന്റെ കയ്യിൽ ആഞ്ഞൊരു കടി കടിക്കുന്നുണ്ട്. കടി കൊണ്ട് വേദനിക്കുകയും അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട് ധർമ്മൻ കൈ പെട്ടെന്ന് വലിക്കുന്നു. ഉടൻ തന്നെ ഉദയഭാനു ദേവമംഗലം വീടിന്റെ പുറത്തേക്കിറങ്ങി ഓടുകയാണ്. ദേവമംഗലത്തിൽ നിന്നും രക്ഷപ്പെട്ടു ഓടിയ ഉദയഭാനു ഒളിക്കുവാൻ വേണ്ടി ചെന്ന് കയറിയത് കൃഷ്ണമംഗലം വീടിന്റെ കോമ്പൗണ്ടിലാണ്. ഉടൻ തന്നെ ഹാളിൽ നടക്കുന്ന പിടിവലികളുടെയൊക്കെ ശബ്ദം കേട്ടുകൊണ്ട് ദേവി ആകെ ഞെട്ടിത്തരിച്ച് വല്ലാതെ ഭയപ്പെട്ടിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്ന് ദേവിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ തന്നെ ധർമ്മൻ ഉറക്ക ബഹളം കൂട്ടുന്നത് കേട്ടുകൊണ്ട് ഓരോ മുറികളിൽ നിന്നുമായിട്ട് ഓരോരുത്തരും ഓടി ഹാളിലേക്ക് വരുന്നുണ്ട്. അവസാനമായി ദേവിയും പുറത്തേക്ക് വരുന്നു. ബാലൻ ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടാ ധർമ്മ, എന്തു പറ്റി? അളിയ, ഈ വീട്ടിലൊരു കള്ളം കയറി. വലിയൊരു ശബ്ദം കേട്ടുകൊണ്ടാണ് ഞാൻ ഞെട്ടി ഉണർന്നത്. അപ്പോൾ ഈ ഹാളിനകത്ത് നിൽക്കുന്നു ഒരുത്തൻ. ഞാൻ ചാടി എഴുന്നേറ്റ് അവനെ പിടിച്ചു. പക്ഷേ അവൻ എൻ്റെ കൈക്ക് കടിച്ചു. എന്നിട്ട് ഇറങ്ങി ഓടിക്കളഞ്ഞു. ഹാ, നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? എങ്ങനെ കള്ളം കയറിയെന്നാണ്? ഞാൻ ഈ വീടിൻ്റെ കഥകളെല്ലാം അടച്ച് തുടർന്ന് 2 പ്രാവശ്യം പരിശോധിച്ചിട്ടാണല്ലോ കയറി അകത്ത് കിടന്നത്. അളിയ, ഒരുമാതിരി ദേഷ്യം വരുന്ന രീതിയിൽ സംസാരിക്കരുത്. അളിയൻ ഇന്ന് കഥ കടച്ചില്ല. ഞാൻ ഉറങ്ങാൻ കിടന്ന സമയത്ത് നോക്കുമ്പോൾ കഥക് തുറന്നു കിടക്കുന്നു. ഞാനാണ് എഴുന്നേറ്റ് പോയി ആ കഥ കടച്ചത്. ഇത് കേട്ടുകൊണ്ട് എല്ലാവരും പരിഭ്രമിച്ചു നിൽക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ നടുവിൽ ദേവി ഒരു സമാധാനവുമില്ലാതെ പൊട്ടിക്കരയുന്നു. ഇത് കണ്ടുകൊണ്ട് ബാലൻ ചോദിക്കുന്നുണ്ട്, ദേവുമോളെ, മോൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അത് പിന്നെ ബാലച്ച, ഞാൻ വല്ലാതെ ഭയന്നുപോയി കള്ളനെന്ന് കേട്ടപ്പോൾ, അതുകൊണ്ടാണ്. ആ, സാരമില്ല മോളെ, എന്തായാലും അയാൾ ഇറങ്ങി ഓടിക്കളഞ്ഞല്ലോ, നമുക്ക് നോക്കാം ആരാണെന്ന്. തുടർന്ന് ബാലൻ ഗോമതിയോടും മീനാക്ഷിയോടും മിത്രയോടുമായി പറയുന്നുണ്ട്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മുറിക്കകത്ത് പോയി നോക്ക്. ഇനി ഒരുപക്ഷെ അയാൾ മുറിയിലെങ്ങാനും കയറി എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടാവുമോ എന്ന്. ഇത് കേട്ടുകൊണ്ട് 3 പേരും മുറിക്കകത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ഉടൻ തന്നെ വന്ന് പറയുകയാണ്, ഇല്ലച്ചാ, ഒന്നും തന്നെ മോഷ്ടിച്ചിട്ടില്ല. അപ്പോൾ തന്നെ ഗോമതി അടുക്കളയിൽ പോയിട്ട് തിരികെ വന്ന് പറയുകയാണ്, ഒന്നും മോഷ്ടിച്ചിട്ടില്ല ബാലേട്ടാ, ഞാൻ കുറച്ച് പൈസയൊക്കെ അടുക്കളയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതും അവിടെ സേഫായിട്ടിരിപ്പുണ്ട്. ആ ദേവിമോളെ, മോളുടെ ആഭരണങ്ങളൊക്കെ അലമാരിയിലല്ലായിരുന്നോ വെച്ചിരുന്നത്? അതവിടെ ഉണ്ടോയെന്ന് നോക്കിക്കേ. ഉടനെ ദേവി പറയുകയാണ്, ബാലച്ച, ഞാൻ നോക്കി, അതെല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ട്. എന്നിട്ട് ദേവി ബാലനോട് പറയുകയാണ്, ബാലച്ച, ഞാൻ കൂടി പുറത്തേക്ക് പോയത് നോക്കാം അവരുടെ കൂടെ, കള്ളൻ എവിടെയാ ഉള്ളതെന്ന്. ഹാ, എന്തിനാ മോളെ, അവർ നോക്കുന്നുണ്ടല്ലോ, മോള് പോകണ്ട, മോൾ ഇവിടെ ഇരുന്നാൽ മതി. ഈ സമയത്ത് പേടിച്ചരണ്ട് വിറയലോടുകൂടി ഉദയഭാനു കൃഷ്ണമംഗലത്തെ വീടിൻ്റെ പിറകിൽ ഒളിച്ചു നിൽക്കുകയാണ്. ആ വീടിൻ്റെ പിൻഭാഗത്തെ അഴയിൽ കുറച്ച് സാരികളൊക്കെ കഴുകി മടക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ മറവിലാണ് ഉദയഭാനു നിൽക്കുന്നത്. പേടിച്ചരണ്ട് മൗനമായി നിൽക്കുന്ന ഉദയഭാനുവിൻ്റെ ഫോണിലേക്ക് ഈ സമയത്ത് തന്നെ ശ്രീകലയുടെ കോൾ വരുന്നു. കോൾ കണ്ടതും ഉടൻ തന്നെ അയാൾ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രീകല ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെയാ മനുഷ്യ? പക്ഷെ ഇതിന് മറുപടി പറയാതെ ഉദയഭാനു മൗനമായി നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും അവർ ചോദിക്കുന്നുണ്ട്, അതെ, നിങ്ങൾ എന്താണ് ഫോൺ എടുത്തിട്ട് മിണ്ടാത്തത്? എന്തെങ്കിലും ഒന്ന് പറ മനുഷ്യ, ഇവിടെ മനുഷ്യര് സമാധാനമില്ലാതെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ ഉദയഭാനു വിങ്ങിപ്പൊട്ടി കരയുന്നു. ആ ശബ്ദം കേട്ടപ്പോഴേക്കും ശ്രീകലയുടെ നെഞ്ചൊന്ന് പിടയുന്നുണ്ട്. ശ്രീകല ചോദിക്കുകയാണ്, എന്തുപറ്റി? എന്തെങ്കിലും പ്രശ്നമായോ? എന്തിനാ നിങ്ങൾ കരയുന്നത്? അപ്പോൾ ഉദയഭാനു മെല്ലെ വിക്കി വിക്കി പറയുകയാണ്, ശ്രീകലെ, ആകെ പ്രശ്നമായി. ഞാൻ ഇവിടെ കയറിയത് അവർ കണ്ടു. ഉടൻ തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി. പക്ഷേ പെട്ടെന്ന് ഞാൻ ചെന്ന് കയറിയത് തൊട്ടപ്പുറത്തെ വീട്ടിലാണ്, മിത്രയുടെ വീട്ടിൽ. അയ്യോ, മിത്രയുടെ വീട്ടിലോ? നിങ്ങൾ എന്തൊരബദ്ധമാണ് മനുഷ്യായി കാണിച്ചത്. ഇനിയിപ്പോൾ എന്തു ചെയ്യും? നിങ്ങൾ ഈ പരിപാടി ആസൂത്രണം ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, ഇത് ശരിയാവില്ല, പിടിക്കപ്പെട്ടാൽ പ്രശ്നമാകുമെന്ന്. ഞാൻ പറഞ്ഞത് കേൾക്കാതെ നിങ്ങൾ പോയതല്ലേ?
എൻ്റെ മനുഷ്യ, നിങ്ങൾ എങ്ങനെയെങ്കിലും ആ കോമ്പൗണ്ടിൽ നിന്ന് ഒന്ന് പുറത്ത് കടക്കാൻ നോക്ക്. ആ കൃഷ്ണമംഗലക്കാരെങ്ങാനും ഉണർന്ന് പുറത്തു വന്ന് നിങ്ങളെ കണ്ടുപോയാൽ അതോടുകൂടി എല്ലാം തീർന്നു. എടീ ശ്രീകലെ, അവൻ എന്നെ തിരക്കി പുറത്തെല്ലാം ലൈറ്റ് അടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഓ, ഉള്ള സമാധാനം എല്ലാം പോയല്ലോ എൻ്റെ ഭഗവാനെ. ഇനിയിപ്പോൾ എന്തു ചെയ്യും? നമ്മുടെ കൊച്ചിന് ഇനി അവിടെ എങ്ങനെ ജീവിച്ചിരിക്കാൻ പറ്റും? എല്ലാം നശിപ്പിച്ചു നിങ്ങൾ ഒറ്റ ഒരുത്തൻ. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ എങ്ങനെയെങ്കിലും പുറത്ത് കടക്കവിടുന്ന്. ദയവ് ചെയ്ത് ആരുടെയും കണ്ണിൽ പോയി പെട്ടേക്കരുത്. എൻ്റെ സ്ത്രീകളെ ചുറ്റുപാടിൽ ലൈറ്റ് മുഴുവൻ ഓണാക്കിയിട്ടിരിക്കുകയാണ്. പകല് പോലത്തെ വെട്ടമായി ഇവിടെ. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ ഉറപ്പായിട്ടും അവന്മാരെന്നെ പൊക്കും. എന്തായാലും നീ എന്നെ ഇങ്ങനെ വിളിക്കരുത്. ഞാൻ എങ്ങനെയെങ്കിലും അവന്മാരകത്ത് കയറി കഴിയുമ്പോഴേക്കും പുറത്ത് ചാടാം. ഇത് പറഞ്ഞിട്ട് ഉദയഭാനു ഫോൺ കട്ട് ചെയ്യുകയാണ്. ഉടനെ ശ്രീകല വീണ്ടും നെഞ്ചത്തടിച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ ദൈവമേ, എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? എൻ്റെ കുഞ്ഞിനെ നീ കാത്തോണേ. ഈ രാത്രിയിൽ അയാളെ ആരും കാണരുതേ. ഈ സമയത്ത് ചുറ്റുവട്ടങ്ങളിലൊക്കെ പരിശോധിച്ചിട്ട് ആനന്ദും ആകാശും ധർമ്മനും കൂടി മടങ്ങി ചെന്നിട്ട് അവനെ എവിടെയെങ്കിലും കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറുന്നുണ്ട്. പക്ഷേ എവിടെയും അവൻ പോയിട്ടില്ല. പകലുപോലെ വെട്ടം കിടക്കുന്ന ഈ സമയത്ത് എങ്ങനെ അവൻ ഓടി രക്ഷപ്പെടും? ഇവൻ ഇവിടെ എവിടെയോ മറഞ്ഞിരിപ്പുണ്ട്. എന്തായാലും അവനെ പിടിച്ചിട്ട് തന്നെ കാര്യം. ഇത് പറഞ്ഞ് വീണ്ടും മൂവരും കൂടി പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഗോമതി പറയുന്നുണ്ട്, സൂക്ഷിച്ചു പോകണം. എന്തെങ്കിലും മാരകായുധങ്ങളൊക്കെ ആ കള്ളന്റെ കയ്യിൽ കാണും കേട്ടോ, ശ്രദ്ധിക്കണം. ഇതെല്ലാം കേട്ടുകൊണ്ടപ്പോൾ ഈയല് പോലെ വിറച്ചുകൊണ്ട് ദേവി അങ്ങനെ എല്ലാവരുടെയും നടുവിൽ നിൽക്കുകയാണ്. കൃഷ്ണമംഗലം വീടിന്റെ പിറകിലിരുന്നു കൊണ്ട് ഉദയഭാനു സർവ്വ ദൈവങ്ങളെയും വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട്. പെട്ടെന്ന് ഗോമതിയുടെ അമ്മ എന്തോ ശബ്ദം കേട്ടുകൊണ്ട് രാത്രിയിൽ ഞെട്ടി ഉണരുന്നു. എന്നിട്ട് ഉടൻ തന്നെ താൻ നന്ദിതയെ വിളിക്കുന്നുണ്ട്. നന്ദിതയും ഉണർന്നെഴുന്നേറ്റ് വരുമ്പോൾ അമ്മ പറയുന്നുണ്ട്, എന്തോ ശബ്ദം കേൾക്കുന്നല്ലോ മോളെ. ബാലന്റെ വീട്ടിൽ നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. അവിടെ എന്തോ കുഴപ്പമുണ്ട്, നമുക്കത് നോക്കാം. ഇത് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി വന്ന് കതക് തുറന്ന് പുറത്തേക്ക് നോക്കുന്നുണ്ട്. ഈ സമയത്ത് അവിടെ സംസാരിക്കുന്ന ശബ്ദത്തിലൊന്നും അവർക്ക് മനസ്സിലാകുന്നുണ്ട് കള്ളൻ കയറിയതാണ് എന്ന്. പെട്ടെന്ന് അമ്മ അച്യുതനെയും അലോകിനെയും വിളിച്ചുണർത്തുന്നു. ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തിയതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടോടുകൂടി മൂവരും ഇറങ്ങി വന്നിട്ട് അമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്താമ്മേ, എന്തു പറ്റി? എടാ മക്കളെ, ബാലന്റെ വീട്ടിൽ കള്ളൻ കയറി. അവിടെ വലിയ ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. അത് ശരി, ബാലന്റെ വീട്ടിൽ കള്ളൻ കയറിയതിന് ഞങ്ങളിപ്പോൾ എന്തോ വേണമെന്നാ? കള്ളൻ ഇവിടെ അല്ലല്ലോ കയറിയത്. അവന്റെ വീട്ടിൽ കള്ളൻ കയറുകയല്ല, എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും അതൊന്നും ഇവിടെ ആരെയും ബാധിക്കുന്ന കാര്യമല്ല. അമ്മ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, എടാ കള്ളൻ എങ്ങോട്ടോ ഓടി മറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളെ വിളിച്ചത് ഒരുപക്ഷെ ആ കള്ളൻ ഇവിടെ എങ്ങാനും വന്ന് കയറിയാലോ എന്ന് പേടിച്ചിട്ടാണ്. പെട്ടെന്ന് അച്യുതൻ പറയുകയാണ്, അമ്മ എന്തൊക്കെയാണ് ഈ സംസാരിക്കുന്നത്? ഒരു വീട്ടിൽ കയറിയ കള്ളനെ അവർ കണ്ടുവെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ രക്ഷപ്പെട്ട് ഓടുകയാണ്. ഈ സമയത്ത് എവിടെയെങ്കിലും പോയി ഒളിക്കുക എന്നുള്ളതല്ലാതെ അടുത്ത വീട്ടിൽ കയറി വീണ്ടും മോഷ്ടിക്കുന്ന കാര്യമൊക്കെയാണോ കള്ളൻ ചിന്തിക്കുന്നത്? അവൻ എപ്പോഴേ എവിടെയെങ്കിലും സ്ഥലം വിട്ടിട്ടുണ്ടാവും. ഇവിടെയൊന്നും അവൻ വന്ന് കയറാൻ സാധ്യതയില്ല. ഇത് പറഞ്ഞിട്ട് അച്യുതൻ വീണ്ടും മടങ്ങിപ്പോകുവാൻ തുടങ്ങുകയാണ്. തുടർന്ന് വീണ്ടും കാണുന്നത് ധർമ്മനും ആകാശും ആനന്ദും കൂടി അവിടെയെല്ലാം ചുറ്റി നടന്നു നോക്കിയിട്ട് കള്ളനെ കാണാൻ കഴിയാത്തത് കൊണ്ട് മടങ്ങിച്ചെന്ന് പറയുകയാണ്, അളിയ, ഞങ്ങൾ അവിടെ എല്ലാം നോക്കി, പക്ഷേ അവനെ കണ്ടില്ല. ഒരുപക്ഷെ അവൻ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവും. അപ്പോൾ ബാലൻ പറയുകയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അപ്പോൾ ഗോമതി, ഇനിയിപ്പോ എങ്ങനെ പോയി കിടന്ന് ഉറങ്ങും ബാലേട്ടാ? ഉറക്കം വരില്ലല്ലോ. എല്ലാവരും വല്ലാതെ പേടിച്ചു. ഗോമതി, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഏത് കള്ളൻ വന്നാലും അവനെ ഞാൻ നേരിട്ടോളാം. നിങ്ങൾ ഉറക്കം കളയണ്ട, എല്ലാവരും പോയി കിടക്ക്. അങ്ങനെ അത് കേട്ടുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ മുറികളിലേക്ക് കയറി പോവുകയാണ്. ധർമ്മനും ബാലനും മാത്രം ഹാളിൽ അവശേഷിക്കുന്നു. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, എടാ ധർമ്മ, ഈ രാത്രിയിൽ ഇനി നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ഉറക്കം വരാതെ ഇവിടെ കുത്തിയിരിക്കണം. ഇനിയും ഒരുപക്ഷെ അവൻ വന്നാൽ നമുക്കവനെ കയ്യോടെ പിടിക്കണം. അപ്പോൾ ധർമ്മൻ, എൻ്റെ അളിയ, പകല് മുഴുവനും ഉള്ള ജോലിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് ഒന്ന് ഉറങ്ങാൻ വേണ്ടിയാണ് ഓടി ഇങ്ങോട്ട് വരുന്നത്. ഇതിനിടയിൽ ഉറങ്ങരുതെന്നൊക്കെ അളിയൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്യിന്ന് പോയെന്നിരിക്കും. എന്തായാലും ഞാൻ ഉറങ്ങാതിരിക്കാൻ നോക്കാം. പക്ഷേ അളിയൻ ഉറങ്ങരുത് കേട്ടോ. ഞാൻ ഉറങ്ങത്തൊന്നുമില്ല, നീ ഉറങ്ങാതിരുന്നാൽ മതി. അങ്ങനെ രണ്ടുപേരും കൂടി ആ പായിൽ കാര്യം പറഞ്ഞു കിടക്കുകയാണ്. ഈ സമയത്ത് ധർമ്മൻ ബാലനോട് പറയുന്നുണ്ട്, അളിയന് നല്ല കഥകളൊക്കെ അറിയാമല്ലോ. ഉറക്കം വരാതിരിക്കാൻ അളിയൻ എന്തെങ്കിലും ഒരു കഥ പറയാളിയാ. ഉടനെ ബാലൻ ധർമ്മനോട് പറയുകയാണ്, ഓഹോ, കഥ പറയാൻ പറ്റിയ നേരം ഒന്നും മിണ്ടാതിരിക്കടാ. അളിയ, നേരം വെളുക്കാൻ ഇനിയും ഒരുപാട് സമയമുണ്ട്. അത്രയും നേരം ഉറങ്ങാതിരിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞതാ. തുടർന്ന് അല്പനേരത്തെ മൗനത്തിന് ശേഷം ധർമ്മൻ ബാലനോട് ചോദിക്കുകയാണ്, അളിയൻ ഉറക്കം വരുന്നുണ്ടോ? ഇല്ലല്ലോടാ, എന്തു പറ്റി? എന്നാലേ ഞാനൊരു പാട്ട് പാടാം. എനിക്ക് നന്നായിട്ട് പാട്ട് പാടാൻ അറിയാളിയാ. അളിയന് പാട്ട് ഇഷ്ടമാണോ?
ആ, എനിക്ക് പാട്ടൊക്കെ ഇഷ്ടമാണ്. നിനക്ക് പാടാൻ അറിയാമെങ്കിൽ നീ ഒരു പാട്ടങ്ങ് പാട്. ഇത്രയും കേട്ടപ്പോഴേക്കും ധർമ്മൻ ഒരു പാട്ട് പാടുകയാണ്. പാട്ടിന്റെ 4 ചരണങ്ങൾ പാടിക്കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ധർമ്മൻ ഒന്ന് നിർത്തി. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല, ഞാൻ പാട്ട് മാത്രമല്ലേ പാടിയുള്ളൂ, ഇതെവിടുന്നാണ് ഈ മ്യൂസിക് വരുന്നത്? ഇത് പറഞ്ഞുകൊണ്ട് ധർമ്മൻ തല ഉയർത്തി നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് കിടന്നുകൊണ്ട് ബാലൻ കൂർക്കം വലിക്കുകയാണ്. ഹാ, ബെസ്റ്റ്. എന്നോട് നേരം വെളുക്കും വരെ ഉറങ്ങാതിരിക്കണം എന്ന് പറഞ്ഞ അളിയൻ ദേ മ്യൂസിക് വിട്ടുകൊണ്ട് കിടന്നുറങ്ങുന്നു. അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇന്ന് രാത്രിയിൽ എനിക്ക് ശിവരാത്രിയാണ്, എൻ്റെ ഉറക്കം പോയി. ഇത് പറഞ്ഞുകൊണ്ട് പുതപ്പുമൊക്കെ പുതച്ച് ധർമ്മൻ അങ്ങനെ ഭിത്തിയിൽ ചാരിയിരിക്കുകയാണ്. ആ ഇരിപ്പിലിരുന്നു കൊണ്ട് ധർമ്മനും ഉറങ്ങുന്നുണ്ട്. തുടർന്ന് വീണ്ടും കാണുന്നത് കൃഷ്ണമംഗലത്തെ കാഴ്ചകളാണ്. അമ്മയുടെയും രാജശ്രീയുടെയും നന്ദിതയുടെയും പരിഭവം കണ്ടുകൊണ്ട് ഒടുവിൽ അനന്തൻ പറയുകയാണ്, അച്യുതാ, അലോകെ, നമുക്ക് പുറത്തിറങ്ങി ഒന്ന് ചുറ്റിലും നോക്കാം. ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ ഒരുപക്ഷെ അവൻ ഇവിടേക്ക് ഓടി വന്നിട്ടുണ്ടാവും. അവൻ ഈ പറമ്പിൽ എവിടെയെങ്കിലും കയറി ഒളിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് എല്ലായിടത്തും സൂക്ഷ്മമായിട്ട് നമുക്കൊന്ന് നോക്കാം. ഇത് പറഞ്ഞുകൊണ്ട് അവരെ രണ്ടുപേരെയും വിളിച്ച് അനന്തൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ചുറ്റിലും പരതി ഒടുവിൽ അടുക്കളയുടെ പിൻഭാഗത്തെത്തുമ്പോൾ അവിടെ സാരികളൊക്കെ കഴുകി അഴയിൽ അങ്ങനെ മടക്കി തൂക്കിയിട്ടിരിക്കുകയാണ്. അനന്തനും അച്യുതനും അലോകും മെല്ലെ വരുന്നത് കണ്ടുകൊണ്ട് ഉദയഭാനു നിന്ന സ്ഥലത്തുനിന്ന് മാറി ആ സാരിയുടെ അപ്പുറത്തേക്ക് പോയി മറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ ആ സമയത്ത് അനന്തൻ കാണുന്നത് സാരിയുടെ അപ്പുറത്തായിട്ട് 2 കാലുകൾ. ഉടൻ തന്നെ അനന്തൻ അച്യുതനെയും അലോകിനെയും കണ്ണു കാണിക്കുന്നുണ്ട്. ഇവർ 3 പേരും തൊട്ടു പിൻപിൽ വന്ന് നിൽക്കുന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഉദയഭാനു ഹൃദയം തകർന്ന് പൊട്ടിക്കരയുകയാണ്. ഉടനെ അലോക് ചാടി മുൻപോട്ട് വന്ന് ഉദയഭാനുവിനെ പിടിക്കുകയാണ്. ആ പിടിച്ച പിടി അഴയിൽ കിടന്ന സാരി ഉൾപ്പെടെ വാരിയെടുത്ത് ഉദയഭാനുവിനെ പൊതിഞ്ഞു ചുറ്റിയാണ് പിടിച്ചെടുത്തത്. തുടർന്ന് അലോകും അച്യുതനും ചേർന്ന് ഉദയഭാനുവിനെ നന്നായിട്ട് പെരുമാറുന്നുണ്ട്. അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ അടിയാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഉദയഭാനുവിനെ അവർ വലിച്ചിഴച്ച് വീടിൻ്റെ വാതിക്കലേക്ക് കൊണ്ടുവന്നതിന് ശേഷം സാരി തലയിൽ നിന്നും എടുത്തു മാറ്റി തലയിൽ കെട്ടിയിരുന്ന തോർത്തും മാറ്റിയതിനു ശേഷം മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുകയാണ്. അപ്പോൾ അവരൊന്ന് ഞെട്ടുന്നുണ്ട്. ഉടനെ അച്യുതൻ ചോദിക്കുന്നുണ്ട്, ഇത് അപ്പുറത്തെ ബാലന്റെ ബന്ധുക്കാരനല്ലേ, ആ ആനന്ദിന്റെ അമ്മായിയച്ഛൻ? അതെ, അവൻ തന്നെ. എടാ കള്ള, എല്ലാവരും കൂടി കരുതിക്കൂട്ടിയുള്ള പരിപാടിയായിരുന്നു അല്ലേ? നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ബാലനല്ലേടാ, സത്യം പറയണം. അവൻ ഇപ്പോഴും മതിയായിട്ടില്ല. 100 പവനും കൊണ്ടാണ് അവൻ്റെ മോൻ ഇവിടുന്ന് കടന്നു കളഞ്ഞത്. ഇപ്പോൾ അടുത്ത മോഷണത്തിന് വേണ്ടി നിന്നെ ചട്ടം കെട്ടി ഇങ്ങോട്ട് വിട്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ തൊഴുകൈകളോടുകൂടി ഉദയഭാനു പറയുന്നുണ്ട്, അയ്യോ, ഞാൻ കള്ളനൊന്നുമല്ല, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ എൻ്റെ മോളെ കാണാൻ വേണ്ടി വന്നതായിരുന്നു, പക്ഷെ വഴിതെറ്റിപ്പോയി, അങ്ങനെയാണ് ഇവിടേക്ക് വന്നു കയറിയത്. എടാ പച്ചക്കള്ളം, നീ വീണ്ടും വിളിച്ചു പറയുന്നോ? പാതിരാത്രിയിലാണോടാ മോളെ കാണാൻ വേണ്ടി വരുന്നത്? എന്തുവാടാ ഈ പാതിരാത്രിയിൽ മോളെ കണ്ടിട്ട് നിനക്ക് എത്ര അത്യാവശ്യം? ഉടനെ അമ്മ പറയുന്നുണ്ട്, മോനെ അച്യുത, ഇയാൾ ബാലന്റെ ബന്ധുവല്ലേ, ഒരിക്കലും അയാൾ മോഷ്ടിക്കാൻ വേണ്ടി ആയിരിക്കില്ല ഇവിടേക്ക് വന്നത്. അയാൾ പറയുന്നത് സത്യമായിരിക്കും, വഴിതെറ്റി കയറിപ്പോയതായിരിക്കും. പ്രശ്നമാക്കണ്ട, അയാളെ അങ്ങ് വിട്ടേക്ക്. അമ്മയുടെ കാര്യം നോക്കിയാൽ മതി. ഇവൻ കള്ളനാണ്, മോഷ്ടിക്കാൻ വേണ്ടി തന്നെയാണ് അവനിപ്പോൾ കൃഷ്ണമംഗലത്തേക്ക് വന്നിരിക്കുന്നത്. ഇവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. അപ്പോൾ അമ്മ വീണ്ടും പറയുന്നു, മോനെ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ദേവമംഗലത്ത് എന്തോ ശബ്ദം കേൾക്കുന്നുവെന്ന്. ഒരുപക്ഷെ അത് അറിഞ്ഞുകൊണ്ട് അന്വേഷിക്കാനായിട്ടായിരിക്കും അയാൾ വന്നത്. വഴിതെറ്റി ഇവിടെ കയറിപ്പോയതായിരിക്കും. അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ബാലന്റെ വീട്ടിൽ പാതിരാത്രിയിൽ ശബ്ദം കേട്ടപ്പോൾ ഉടൻ തന്നെ അയാൾ അത് അറിയുകയും മിനിറ്റുകൾക്കുള്ളിൽ അയാൾ അയാളുടെ വീട്ടിൽ നിന്നും ഓടി ഇവിടെ എത്തുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ ഇത് ആർക്ക് വിശ്വസിക്കാൻ പറ്റും? അമ്മ കയറിപ്പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, ഇവന്റെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം. തുടർന്ന് അച്യുതൻ അനന്തനോട് പറയുന്നുണ്ട്, ഇപ്പോൾ തന്നെ ആ ബാലനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കണം. അവന്റെ ചെകിട്ടത്ത് 2 കൊടുത്തിട്ട് അവനോട് ചോദിക്കണം ഇവനെ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് അയച്ചതെന്ന്. എന്നിട്ട് എല്ലാത്തിനെയും കൂടി പിടിച്ച് ഒരുമിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. ഇത് കേട്ടിട്ട് കരഞ്ഞുകൊണ്ട് ഉദയഭാനു കൈതൊഴുത് പറയുന്നുണ്ട്, ഞാൻ നിരപരാധിയാണ്, ഞാൻ മോഷ്ടിക്കാൻ വന്ന ആളല്ല, നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്, എന്നെ പോകാൻ അനുവദിക്കണം. ഞാൻ എൻ്റെ മോളെ കാണുവാൻ വേണ്ടി തന്നെയാണ് വന്നത്. വഴിതെറ്റിപ്പോയി, ഞാൻ പറയുന്നു, നിങ്ങളൊന്ന് വിശ്വസിക്ക്. നീ ഒന്നും പറയണ്ടടാ, ഇപ്പോൾ തന്നെ ബാലനെ വിളിച്ച് എല്ലാത്തിനെയും കൂടി പോലീസിൽ ഏൽപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അനന്തൻ പറയുകയാണ്, അച്യുതാ, ഇപ്പോൾ ബാലനെ വിളിക്കണ്ട, നേരം വിളിക്കട്ടെ, അപ്പോൾ ബാക്കി നമുക്ക് സംസാരിക്കാം. ഉടനെ അച്യുതൻ, അങ്ങനെയാണെങ്കിൽ ഇയാളെ നമുക്കിവിടെ കെട്ടിയിടാം. അലോകെ, നീ പോയി ഒരു കയറെടുത്തോണ്ട് വാ. ഇത് കേട്ട മാത്രയിൽ അലോക് അകത്തേക്ക് പോയി ഒരു കയറും കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അനന്തൻ ചോദിക്കുന്നുണ്ട്, അച്യുത, അത് വേണോ? ഇങ്ങനെ രാത്രി മുഴുവനും ഈ വീടിൻ്റെ വാതുക്കൽ ഇയാളെ പിടിച്ച് കെട്ടിയിടണോ? ഏട്ടാ, അത് വേണം. ബാലൻ രാവിലെ എഴുന്നേറ്റ് കണി കാണുന്നത് ഇവൻ്റെ മുഖമായിരിക്കണം. അപ്പോൾ വീണ്ടും അമ്മയും നന്ദിതയും പറയുന്നുണ്ട്,
അത് വേണ്ട, അയാൾ പാവമാണെന്ന് തോന്നുന്നു, അയാളെ കെട്ടഴിച്ചു വിട്ടേക്ക്, അയാൾ പോട്ടെ. നിങ്ങൾ അകത്തു പോകാനാണ് പറഞ്ഞത്. എന്ത് കാണാനാണ് നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത്? അകത്ത് പോയി കിടന്നുറങ്ങാൻ നോക്ക്. നാളെ നേരം വിളിക്കട്ടെ. ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഇവിടെ സംസാരിക്കാം. ഈ സമയത്ത് ഉദയഭാനുവിനെ വാതുക്കലുള്ള തൂണിലേക്ക് പിടിച്ചു കെട്ടിയിട്ട് അലോക് രാത്രി വെളുക്കുവോളം അയാൾക്ക് കാവലിരിക്കുകയാണ്. എന്നിട്ട് തൻ്റെ പോക്കറ്റിൽ കിടന്ന ഫോണും അലോക് എടുത്തിട്ട് അത് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ സമയത്ത് ദേവമംഗലത്ത് ദേവിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അച്ഛൻ എവിടെയാണ്? എന്തു പറ്റി? ഒന്നും മനസ്സിലാവുന്നില്ല. അച്ഛൻ്റെ ഫോണിലേക്ക് പെട്ടെന്ന് ദേവി വിളിക്കുകയാണ്. ഉടനെ കേൾക്കുന്നത് നോട്ട് റീച്ചബിൾ എന്നുള്ള ശബ്ദമാണ്. തുടർന്ന് ദേവി ഫോൺ എടുത്തിട്ട് ശ്രീകലയെ വിളിക്കുന്നു. ഈ സമയത്ത് ഏകദേശം സമയം വെളുപ്പിന് 3 മണിയായിട്ടുണ്ട്. ഉദയഭാനുവിനെ കാണാതെയായിട്ടൊരു സമാധാനവുമില്ലാത്ത ശ്രീകല വഴിയിലിറങ്ങി അന്വേഷിച്ച് നടക്കുകയാണ്. ഈ സമയത്താണ് ദേവിയുടെ കോള് ശ്രീകലയുടെ ഫോണിലേക്ക് എത്തുന്നത്. ശ്രീകലയുടെ മനസ്സ് വല്ലാതെ കലങ്ങി മറിയുന്നുണ്ട്. കണ്ണുനീരോടുകൂടിയാണ് അവർ വഴിയിൽ കൂടി നടക്കുന്നത് രാത്രിയിൽ. പക്ഷേ ദേവിയോട് ഒന്നും വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാതെ അവർ പറയുന്നുണ്ട്, മോളെ, നീ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കാതെ. അച്ഛൻ എന്നെ വിളിച്ചിരുന്നു, കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. പക്ഷേ അച്ഛൻ അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ ഇങ്ങ് എത്തിക്കൊള്ളും. അമ്മേ, അച്ഛൻ വന്നാൽ ഉടനെ എന്നെ വിളിക്കണം. എനിക്ക് ഒരു സ്വസ്ഥതയുമില്ല. എന്തോ ഭാഗ്യം കൊണ്ടാണ് അച്ഛൻ രക്ഷപ്പെട്ടത്. ഈ വീടിന് ചുറ്റിലും മണിക്കൂറുകളോളം അച്ഛനെ അന്വേഷിച്ച് ഓരോരുത്തരും നടക്കുകയായിരുന്നു. അച്ഛനെ അവർക്ക് പിടികിട്ടിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് രാത്രി ഞാൻ ആത്മഹത്യ ചെയ്തേനെ. എൻ്റെ മോളെ, നീ ഒന്ന് വിഷമിക്കാതിരിക്കുക. നിന്റെ അച്ഛനല്ലേ പുള്ളി. ഒരുത്തൻ്റെയും വലയിൽ അയാൾ പോയി വീടില്ല. അത് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. നിന്റെ അച്ഛനെ വലിച്ചെറിഞ്ഞാൽ പൂച്ചയെപ്പോലെ 4 കാലിൽ നിൽക്കും. ഇനി നിന്റെ അച്ഛനെ എടുത്ത് ആകാശത്തിലേക്ക് എറിഞ്ഞാൽ നിന്റെ അച്ഛൻ പറന്നു പോകും. കടലിലോട്ടാണ് എറിയുന്നതെങ്കിൽ നിന്റെ അച്ഛൻ നീന്തി അക്കരെ കയറും. എന്നാലും ഒരുത്തൻ്റെയും മുൻപിൽ പിടികൊടുക്കില്ല. നിന്റെ അച്ഛൻ ഒരു കില്ലാടി തന്നെ അല്ലേടി മോളെ, നിനക്കത് അറിയത്തില്ലേ? അതുകൊണ്ട് മോള് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. അമ്മ ഇതൊക്കെ പറയുമ്പോഴും എനിക്കൊരു സമാധാനവുമില്ല. എങ്ങനെ കിടന്നുറങ്ങാൻ പറ്റും? അച്ഛൻ എനിക്ക് വേണ്ടിയല്ലേ ഇറങ്ങിത്തിരിച്ചത്. എൻ്റെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് അച്ഛൻ്റെ ജീവൻ പോലും പണയം വെച്ച് ഈ രാത്രിയിൽ ഇറങ്ങിത്തിരിച്ചത്. എൻ്റെ മനസ്സ് പറയുന്നു അച്ഛൻ എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന്. ഇത്രയും കേൾക്കുമ്പോഴേക്കും ശബ്ദമുണ്ടാക്കാതെ ശ്രീകല വിതുമ്പിക്കരയുകയാണ്. തുടർന്ന് അവർ പറയുന്നുണ്ട്, മോളെ, അച്ഛൻ വരട്ടെ. വന്നതിന് ശേഷം ഞാൻ നിന്നെ വിളിപ്പിക്കാം. ഈ രാത്രിയിൽ എന്തൊക്കെയായിരുന്നു അവിടെ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ വീരസാഹസിക കഥകളൊക്കെ നിന്റെ അച്ഛൻ തള്ളി മറിക്കുന്നത് കേൾക്കാൻ നീ റെഡിയായിട്ടിരുന്നു. അതുകൊണ്ട് വിഷമിക്കാതെ കിടന്നുറങ്ങ്. അപ്പോൾ ദേവി ചോദിക്കുകയാണ്, അമ്മ കിടന്നോ? ആ, കിടന്നു മോളെ. പക്ഷേ അച്ഛൻ വരാത്തത് കൊണ്ട് ഞാനും ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. അപ്പോൾ ദേവി വീണ്ടും ചോദിക്കുന്നു, പക്ഷേ അമ്മേ, വണ്ടിയുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അതെന്താണ്? അത് മോളെ, ചൂടല്ലേ, നല്ല ചൂടായതുകൊണ്ട് ഞാൻ ജനലൊക്കെ തുറന്നിട്ടിട്ടാണ് ഉറങ്ങാൻ കിടന്നത്. അതുകൊണ്ടാണ് ഈ വണ്ടി പോകുന്നതിൻ്റെയൊക്കെ ശബ്ദം നീ കേൾക്കുന്നത്. അച്ഛൻ വന്നാൽ ഉടൻ തന്നെ ഞാൻ മോളെ വിളിപ്പിക്കാം. ഇത് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് ശ്രീകല വീണ്ടും റോഡിൽ കൂടി എങ്ങോട്ടെന്നില്ലാതെ നടന്നു നീങ്ങുകയാണ്. ഈ സമയത്ത് 2 യാത്രക്കാരെയും കൊണ്ട് ആര്യൻ ആ വഴി തിരികെ വരുന്നു. വിജനമായ വഴിയിൽ കൂടി ഒരു സ്ത്രീ ഒറ്റയ്ക്ക് രാത്രിയിൽ നടന്നു പോകുന്നത് കണ്ടിട്ട് ആര്യൻ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ അടുത്തെത്തിയപ്പോൾ അത് ദേവിയുടെ അമ്മയാണ് എന്ന് മനസ്സിലാക്കിയ ആര്യൻ ഒരു ഞെട്ടലോടെ പെട്ടെന്ന് വണ്ടി നിർത്തുന്നു. തുടർന്ന് വണ്ടിയിലുള്ള യാത്രക്കാരോട് പറയുകയാണ്, അതെ, ആ പോകുന്ന ആൻറ്റി എനിക്കറിയാവുന്ന ഒരാളാണ്. ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് എവിടെയാ പോകുന്നതെന്ന് അറിയില്ല, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ? അപ്പോൾ അവർ പറയുന്നുണ്ട്, അതിനെന്താ, പോയി അന്വേഷിച്ചിട്ട് വാ. പെട്ടെന്ന് ആര്യൻ വണ്ടിയിൽ നിന്നിറങ്ങി ശ്രീകലയുടെ അരികിൽ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആൻറ്റി ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് എവിടേക്കാണ് ഈ പോകുന്നത്? ആര്യനെ കണ്ടപ്പോഴേക്കും ശ്രീകല ഒന്ന് അമ്പരക്കുന്നു. എന്നിട്ട് വിക്കി പറയുകയാണ്, അത് പിന്നെ മോനെ, ഉദയഭാനു ഏട്ടൻ ഇതുവരെയും വീട്ടിലെത്തിയിട്ടില്ല. വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. ഞാൻ ഇത്രയും നേരം കാണാതെ വന്നപ്പോൾ അന്വേഷിച്ചിറങ്ങിയതാണ്. എനിക്ക് ഒരു സമാധാനവുമില്ല അവിടെ ഇരുന്നിട്ട്. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട്, ആൻറ്റി, ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നത് അപകടമാണ്. ആൻറ്റി വണ്ടിയിലേക്ക് കയറ്, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. അതൊന്നും വേണ്ട മോനെ, ഞാൻ പൊയ്ക്കൊള്ളാം. ഏട്ടൻ എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് വേണം എനിക്ക് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ. ഇത് കേട്ടിട്ട് ആര്യൻ ഓടി തൻ്റെ കാറിനരികിലേക്ക് പോയിട്ട് കാറിലുള്ള യാത്രക്കാരോട് ചോദിക്കുന്നുണ്ട്, അതെ, ഈ ആൻറ്റി എൻ്റെ വീടിനടുത്തുള്ളതാണ്. ആൻറ്റിയെ കൂടെ ഞാൻ വണ്ടിയിലൊന്ന് കയറ്റിക്കോട്ടെ? അവരുടെ വീട്ടിലേക്ക് ഇറക്കി വിട്ടേക്കാം. അതിനെന്താ, ഒരു കുഴപ്പമില്ലല്ലോ, കയറ്റിക്കോളൂ. ഇത് കേട്ടിട്ട് വീണ്ടും ആര്യൻ ഓടിച്ചെന്ന് ശ്രീകലയോട് പറയുന്നുണ്ട്, ആൻറ്റി വണ്ടിയിലേക്ക് കയറ്, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. വീട്ടിലാണെങ്കിൽ ദേവേടത്തിയുടെ അനിയത്തി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ആ കുട്ടി ഇപ്പോൾ പേടിച്ചായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് ആൻറ്റി വണ്ടിയിൽ കയറ്. ഇല്ല മോനെ, ഞാൻ കയറുന്നില്ല. മോൻ പൊയ്ക്കോ, ഇപ്പോൾ നേരം വെളുക്കാൻ സമയമാകുന്നുണ്ട്. സാരമില്ല. ആൻറ്റി, ഞാൻ പറയുന്നത് ആൻറ്റി ഒന്ന് കേൾക്ക്.
ഞാൻ വീട്ടിലെത്തിയിട്ട് ആകാശേട്ടനെയും ആനന്ദേട്ടനെയും കൂട്ടിക്കൊണ്ട് അങ്കിളിനെ അന്വേഷിക്കാം. അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആൻറ്റിയുടെ വീട്ടിലേക്ക് കൊണ്ടുവരാം. അതുകൊണ്ട് ആൻറ്റി ധൈര്യമായിട്ട് വണ്ടിയിലേക്ക് കയറി. ഇത് പറഞ്ഞ് നിർബന്ധിച്ച് സ്ത്രീകളെ വണ്ടിയിൽ കയറ്റി അവരുടെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്നുണ്ട്. തുടർന്ന് യാത്രക്കാരെ ഇറക്കിയിട്ട് വണ്ടിയും കൊണ്ടുപോയിട്ടിട്ട് ആര്യൻ തൻ്റെ ബൈക്കുമെടുത്ത് ദേവമംഗലത്തേക്ക് മടങ്ങിയെത്തുകയാണ്. വണ്ടി ഒതുക്കി വെച്ചതിന് ശേഷം വീട്ടിലേക്ക് കയറുവാൻ തുടങ്ങുമ്പോൾ താൻ വെറുതെ കൃഷ്ണമംഗലത്തേക്കൊന്ന് നോക്കുന്നുണ്ട്. അവിടെ കണ്ട കാഴ്ച ആര്യനെ ഞെട്ടിച്ചു കളഞ്ഞു. കൃഷ്ണമംഗലം വീടിൻ്റെ വാതിക്കലുള്ള തൂണിൽ ഉദയഭാനുവിനെ കയറുകൊണ്ട് കെട്ടി മുറുക്കിയിട്ടിരിക്കുന്നു. ഒരു ഞെട്ടലോടെ ആര്യൻ അങ്ങോട്ട് നോക്കി നിൽക്കുമ്പോൾ ആര്യൻ വന്നിറങ്ങുന്നതും തുടർന്ന് തന്നെ ശ്രദ്ധിക്കുന്നതുമെല്ലാം ഉദയഭാനു നോക്കി കാണുകയാണ്. ആര്യന് തന്നെ മനസ്സിലായി എന്ന് കണ്ടപ്പോൾ ഉദയഭാനു ഒരു ജാള്യതയോടെ തൻ്റെ മുഖം താഴേക്ക് കുനിച്ചു നിൽക്കുന്നു. ഈ സമയത്ത് ആര്യൻ മനസ്സിൽ പറയുന്നുണ്ട്, അയ്യോ, അത് ഉദയഭാനു അങ്കിളല്ലേ, ദേവേടത്തിയുടെ അച്ഛനല്ലേ ഇത്? എന്താണ് ഇദ്ദേഹത്തെ ഇവിടെ പിടിച്ചു കെട്ടിയിട്ടിരിക്കുന്നത്? തുടർന്ന് ആര്യൻ ഒരൊറ്റ ഓട്ടത്തിന് ദേവമംഗലത്തെ വീടിൻ്റെ വാതിക്കൽ എത്തുകയാണ്. ആര്യനെ കണ്ടുകൊണ്ട് പെട്ടെന്ന് ദേഷ്യത്തോടെ അലോക് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താടാ, നീ കള്ളനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണോ? നീ കൊണ്ടുപോകുന്നത് എനിക്കൊന്ന് കാണണം. ഇത് പറഞ്ഞിട്ട് ഉടൻ തന്നെ അലോക് അനന്തനെയും അച്യുതനെയും വിളിക്കുന്നുണ്ട്. നിമിഷ നേരം കൊണ്ട് എല്ലാവരും ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വാതിൽക്കലേക്ക് എത്തുന്നു. ആര്യനുമായി തുടർന്ന് അവിടെ വലിയ വഴക്ക് നടക്കുകയാണ്. രാവെളുക്കോളം ഉറക്കമില്ലാതെ തൻ്റെ അച്ഛൻ എന്ത് സംഭവിച്ചു എന്നറിയാതെ കൊത്തിയിരിക്കുന്ന ദേവി പുറത്തെ ശബ്ദം കേട്ടുകൊണ്ട് പെട്ടെന്ന് വാതിൽ തുറന്ന് ഓടി പുറത്തേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. തൻ്റെ അച്ഛനെ കൃഷ്ണമംഗലത്തെ വീടിൻ്റെ തൂണിൽ ചേർത്ത് പിടിച്ചു കെട്ടിയിട്ടിരിക്കുന്നു. ആര്യൻ അവരുമായി വലിയ വഴക്കിലാണ്. ദേവി ഉടൻ തന്നെ ഓടിച്ചെന്ന് അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട്, ഏട്ടത്തി പെട്ടെന്ന് പോയി അച്ഛനെ വിളിച്ചോണ്ട് വാ, അച്ഛനൊന്നും അറിഞ്ഞിട്ടില്ല. ഇത് കേട്ടുകൊണ്ട് ഒരു നിലവിളിയോടെ ദേവി ദേവമംഗലത്തേക്ക് വീണ്ടും ഓടുകയാണ്. തുടർന്ന് ബാലനെയും മറ്റുള്ളവരെ എല്ലാം വിളിച്ചുണർത്തുന്നു. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി മോളെ, എന്തിനാ നീ കരയുന്നത്? പക്ഷേ സങ്കടം സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കരയുന്ന ദേവിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ പോലും അല്പനിമിഷത്തേക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ വിക്കി ദേവി പറയുന്നുണ്ട് ഒരു വിധത്തിൽ. ഇത്രയും കേൾക്കുകയും ബാലൻ ഉടനെ തന്നെ ഓടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. കൂട്ടത്തിൽ ദേവമംഗലത്തുള്ള എല്ലാവരും. കൃഷ്ണമംഗലത്തേക്ക് ബാലൻ ഓടിച്ചെന്ന് അനന്തൻ്റെയും അച്യുതൻ്റെയും മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, കൊള്ളാം, ഞങ്ങളോടുള്ള പക നിങ്ങൾ ഞങ്ങളുടെ ബന്ധുക്കാരനോട് തീർക്കുകയാണല്ലേ, നിങ്ങൾക്കൊക്കെ നാണമുണ്ടോ? ഇത് കേട്ടുകൊണ്ട് അച്യുതൻ പറയുകയാണ്, നീ എന്തറിഞ്ഞുകൊണ്ടാടാ ബാല ഈ സംസാരിക്കുന്നത്? നിന്റെ ബന്ധുക്കാരനുണ്ടല്ലോ, ഇവൻ കള്ളനാണ്. ഇന്നലെ രാത്രിയിൽ മോഷ്ടിക്കാൻ വേണ്ടി അവൻ ഇവിടെ വന്ന് കയറിയതാ. ഞങ്ങൾ കയ്യോടെ പിടിച്ചു ഇവിടെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ബാലന്റെ പിൻപിൽ നിന്നുകൊണ്ട് ധർമ്മൻ പതിയെ ചോദിക്കുകയാണ്, അളിയ, അപ്പോൾ ഇന്നലെ രാത്രിയിൽ നമ്മുടെ വീട്ടിൽ വന്ന് കയറിയത് ദേവിയുടെ അച്ഛനായിരുന്നോ? ഉടനെ ബാലൻ ധർമ്മനോട്, നീ ഒന്നും മിണ്ടാതിരിയടാ, അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പോൾ അച്യുതൻ വീണ്ടും ചോദിക്കുകയാണ്, എടാ ബാല, നിങ്ങളെല്ലാം ഒരേ ടൈപ്പുകളാണല്ലോടാ. നിന്റെ ബന്ധുക്കാരനെ നീ ചട്ടം കെട്ടി മോഷണം നടത്താൻ ഇവിടേക്ക് അയച്ചതാണ് അല്ലേടാ. അവനിട്ട് ഞങ്ങൾ നല്ല ഒന്നാന്തര വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഇനി പോലീസ് വരട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ അവർ തീരുമാനിച്ചുകൊള്ളും. ഇത് കേട്ടുകൊണ്ട് ദേവി അച്യുതൻ്റെയും ആനന്ദിൻ്റെയും അലോകിൻ്റെയും മുൻപിൽ കൈ തൊഴുതുകൊണ്ട് പറയുകയാണ്, എൻ്റെ അച്ഛൻ പാവമാണ്. എൻ്റെ അച്ഛൻ ഒരിക്കലും മോഷ്ടിക്കാൻ വേണ്ടി വന്നതല്ല. അച്ഛന് വഴി തെറ്റിയതാണ്, അങ്ങനെയാണ് ഇവിടെ വന്ന് കയറിയത്. ഇത് കണ്ടിട്ട് ഉടൻ തന്നെ ബാലൻ ശബ്ദമുയർത്തി ദേവിയോട് പറയുകയാണ്, ദേവി, എന്തിനാണ് അവരുടെ മുൻപിൽ ഇങ്ങനെ തൊഴുതു നിൽക്കുന്നത്? നിന്റെ അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് ഇവരാണ്. നിരപരാധിയായ ഒരു മനുഷ്യനെ ഇവരാണ് രാത്രി മുഴുവൻ ഈ വീടിൻ്റെ വാതിക്കൽ പിടിച്ചു കെട്ടിയിട്ടത്. മാപ്പ് പറയേണ്ടത് അവരാണ്. ഉടനെ അനന്തൻ പറയുകയാണ്, മാപ്പ് പറയാനോ? ഞങ്ങളോ? ഞങ്ങളെന്തിനാണ് മാപ്പ് പറയുന്നത്? രാത്രിയിൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടന്നതാണ്. ഇയാളെ ഞങ്ങളാരും ഇവിടേക്ക് പോയി വിളിച്ചുകൊണ്ട് വന്നതല്ല. ഇയാൾ ഇവിടെ വന്നു കയറിയതാണ്. ശബ്ദം കേട്ടിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി വന്നപ്പോൾ ഇയാൾ അടുക്കള വാതിക്കൽ പോയി പരിങ്ങി നിൽക്കുന്നു. ഞങ്ങളപ്പോൾ എന്തു ചെയ്യണം? ഇതൊക്കെ കണ്ടിട്ട് അയാളുടെ മുമ്പിൽ കൈതൊഴുത് ഞങ്ങൾ അയാളോട് മാപ്പ് പറഞ്ഞ് ഇവിടുന്ന് പറഞ്ഞു വിടണമായിരുന്നോ? ബാല, നിന്റെ വീട്ടിലായിരുന്നു ഈ രാത്രിയിൽ ഇങ്ങനെ ഒരാൾ വന്ന് കയറിയിരുന്നതെങ്കിൽ നീ എന്തു ചെയ്യുമായിരുന്നു? അനന്തൻ ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തിരിച്ചു മറുപടി പറയുവാൻ കഴിയാതെ ബാലൻ തലകുനിച്ചങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് പെട്ടെന്ന് ദേവി തൻ്റെ ഫോൺ എടുത്തിട്ട് സ്ത്രീകളെ വിളിച്ച് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും സ്ത്രീകളെ പൊട്ടിക്കരയുകയാണ്. അപ്പോൾ അച്യുതൻ വീണ്ടും പറയുന്നു, എന്തായാലും പോലീസ് വരട്ടെ, പോലീസ് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ബാല, നീയും നിന്റെ കുടുംബവും മാത്രമായിരുന്നു കള്ളത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിനക്ക് സംബന്ധം വന്ന് കൂടിയവരും നിന്നെപ്പോലെ തന്നെ കള്ളക്കൂട്ടങ്ങളാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ബാലൻ അങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയാണ്, ദേ, അനാവശ്യം പറയരുത്,
എൻ്റെ കൈയുടെ ചൂട് നീ അറിയും. നീ തല്ലുവോ? എന്നാ ഒന്ന് തല്ലി നോക്കടാ ബാല. അപ്പോഴേക്കും ബാലൻ്റെ നേരെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അലോക് പാഞ്ഞു വരികയാണ്. ഉടൻ തന്നെ ആനന്ദും ആകാശും കൂടി അലോകിനെ പിടിച്ചു മാറ്റുന്നുണ്ട്. തുടർന്ന് കൃഷ്ണമംഗലത്ത് ഉന്തും തള്ളും വലിയ വാഗ്വാദങ്ങളും അതിനിടയിൽ ഗോമതിയുടെയും തൻ്റെ അമ്മയുടെയും നിലവിളികളും ഒക്കെയായി വലിയ ശബ്ദായമാനമായി മാറുകയാണ് അന്തരീക്ഷം. ഇതെല്ലാം കണ്ടുകൊണ്ട് ദേവി പൊട്ടിക്കരഞ്ഞു നിൽക്കുമ്പോൾ ഉദയഭാനു എന്തു ചെയ്യണമെന്നറിയാതെ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ അങ്ങനെ കെട്ടപ്പെട്ടു നിൽക്കുകയാണ്. അല്പമിനിറ്റുകൾക്കുള്ളിൽ കൃഷ്ണമംഗലത്തേക്ക് പോലീസ് എത്തുന്നു. പോലീസിനെ കണ്ട മാത്രയിൽ ദേവിയുടെ ഹൃദയം നിലയ്ക്കുന്നത് പോലെയായിപ്പോയി. ഉദയഭാനു വല്ല തങ്കലാപ്പിലാവുകയാണ്. അങ്ങനെ നാടകീയമായ ഒരു അന്തരീക്ഷത്തിൻ്റെ മൂർധന്യ അവസ്ഥയിൽ നിൽക്കുമ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവരുടെ നടുവിലേക്ക് ശ്രീകല ഓടിയെത്തുന്നു. ഇനി എന്തൊക്കെയാണ് ദേവമംഗലത്ത് സംഭവിക്കാൻ പോകുന്നത്? ദേവിയുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവ് ഇവിടെ ആരംഭിക്കുകയാണോ? കാത്തിരിക്കാം തുടർന്നുള്ള സംഭവബഹുലമായ നിമിഷങ്ങളുടെ വെളിപ്പെടലിന് വേണ്ടി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും ബൈ ബൈ.